അനു, കൊച്ചു സിറ്റിയിൽ ഇപ്പോൾ പബ്ബുകളുണ്ടോ? ഉണ്ടോന്നോ? പിന്നെ ഫ്രൈഡേയും സാറ്റർഡേയും ഒക്കെ നമുക്ക് പബ്ബിൽ പോകാനുള്ള സമയങ്ങളാണ് വൈകുന്നേരം. എല്ലായിടത്തും ഉണ്ട്. ആക്ച്വലി MG റോഡിലൊരു പബ്ബ് പൂട്ടി എന്നൊക്കെ ഒരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. MG റോഡിൽ പൂട്ടിയാ? ഇല്ല, ഞാൻ പോയത് കഴിഞ്ഞ ആഴ്ച പോയപ്പോഴുണ്ടായിരുന്നല്ലോ. ഇല്ല. ഏത് പബ്ബാണ്? ഏതൊരു ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്യാൻ നോക്കി എന്നൊക്കെ. ഓക്കെ, എനിക്ക് മനസ്സിലായി. MG റോഡ് തേവര സൈഡിലുള്ള അത് പൂട്ടിയിട്ടൊന്നുമില്ല, അതിപ്പോഴും ഉണ്ട്. ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതിപ്പോ പബ് ആവണമെന്നുണ്ടോ? ഏത് സ്ഥാപനമാണെങ്കിലും പ്രശ്നം ഉണ്ടാവാത്തുണ്ടോ? സത്യത്തിൽ എന്റെ വിവരക്കേടുകൊണ്ട് ചോദിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പബ്ബിനകത്ത് പോയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പബ്ബിൽ നമ്മൾ പോകുമ്പോൾ അത് ഓരോ ആഴ്ചയിലും ഓരോ ഈവൻറ്റ്സ് ആയിരിക്കും ഓരോ പബ്ബിൽ ഉണ്ടാവുക. അതായത് വിമൻ ഉള്ളി ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ കപ്പിൾ എൻട്രി, അങ്ങനെ പല ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ കപ്പിൾ എൻട്രി ഫ്രീ ആയിരിക്കും. അല്ലെങ്കിൽ ഒരാണ് ഒറ്റയ്ക്ക് പോകണമെങ്കിൽ 3000 പേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പെണ്ണിന് മിക്കപ്പോഴും ഫ്രീ ആയിട്ടുള്ള ഈവൻറ്റ്സ് ആണ്. അത് മാറി മാറി വരും. അവിടെ നമ്മൾ ചെല്ലുന്നു. കപ്പിൾ എൻട്രി ആണെങ്കിൽ എൻട്രൻസിൽ തന്നെ നമ്മുടെ ID കാർഡ് കാണിക്കുന്നു, സ്റ്റാമ്പ് ഒരു സീലടിക്കുന്നു. സീൽ 2 പേര്, കാരണം നമ്മൾ പോയിട്ട് തിരിച്ച് വരാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറുന്നു. അതിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് DJ പാർട്ടീസ്, ഒരു സൈഡിൽ ഡ്രിങ്ക്സ് സെർവ് ചെയ്യുന്നു, ഒരു സൈഡിൽ ഇരുന്ന് ഫുഡ് കഴിക്കാം, അപ്പുറത്ത് ഡാൻസ് കളിക്കാം. നമുക്ക് ഇഷ്ടമുള്ള എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉള്ളൂ. പബ് എന്ന് വെച്ചാൽ നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട. പണ്ട് നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ പോയി അർമാന്തിക്കുന്ന പോലെ ഇപ്പോൾ ഒരു കൺഫൈൻഡ് സ്പേസിൽ നമ്മൾ പോയി അർമാന്തിക്കുന്നു, അത്രേ ഉള്ളൂ പബ്. പബ് കൾച്ചർ ഇപ്പോൾ ഈയിടെയായിട്ട് ആൽക്കഹോൾ കൺസംഷൻ കൂട്ടുന്നതിൽ ഒരു വലിയ റോൾ വഹിക്കുന്നുണ്ടോ കൊച്ചിയിലും? നിങ്ങൾ എന്താ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്? അറിയാൻ അതെ, ഞങ്ങൾ അല്ല, പബ്ബില് ആൽക്കഹോൾ അതൊക്കെ ഡിപ്പെൻസ് ആണ്. ഇപ്പൊ എന്നെ പറ്റി അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തെ പറ്റി, ഗ്യാങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. നമ്മൾ പബ്ബിൽ പോകുന്നു, അവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണുന്നു, അതായത് ചില്ല് ചെയ്യുക. പാട്ട് ഒച്ചത്തിൽ വെക്കുമ്പോൾ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര രസമാണ്. ഓരോ തവണ പോകുമ്പോഴും ഓരോ ടൈപ്പ് പാട്ടുകളായിരിക്കും. ചിലപ്പോൾ ഇംഗ്ലീഷ് പാട്ടുകളാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബല്ലെ ബല്ലെ പാട്ടുകൾ, അങ്ങനെ മാറി മാറി വരും. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. കൾച്ചർ ആണ് ആൽക്കഹോൾ കൺസംഷൻ കൂട്ടുന്നത് എനിക്കൊരു. പിന്നെ വീട്ടിലിരുന്ന് അടിക്കാത്ത പോലെ പബ്ബിൽ പോയിട്ട് വേണം അടിക്കാൻ. നമ്മളിവിടെ ആണെങ്കിൽ എന്തിനും ഏതിനും എനിക്ക് പബ് കൾച്ചർ അല്ല, എനിക്ക് സിനിമ കൾച്ചറാണ് അത് കൂട്ടുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തിനും ഏതിനും ആഘോഷമായിട്ട് കാണിക്കുന്നത് ഈ കുപ്പിയാണ്. വൈകിട്ട് എന്താ പരിപാടി എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡയലോഗ് പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ഈ അടുത്ത് ഇറങ്ങിയ ഒരു സിനിമ, ഭയങ്കര ഹിറ്റായിട്ട് ഓടിയ ഒരു സിനിമയിൽ ഇതേ പ്രശ്നം എനിക്കും തോന്നി. അതായത് ഒരു നഗരത്തിലേക്ക് വരുന്ന കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഈ നഗരത്തിൽ വന്നിട്ട് ഒരു വെള്ളം അടിച്ചില്ലെങ്കിൽ എന്താ ഒരു ത്രില്ല് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല വിദ്യാഭ്യാസവും മദ്യപാനവുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അവരുടെ ഡ്രീം ഹൗസ് എന്ന് പറഞ്ഞ സിനിമകൾ കുപ്പികളാണ്. ഓർക്കുന്നുണ്ടോ? അതല്ല, ഇപ്പൊ ആനന്ദ് നേരത്തെ ചോദിച്ചില്ലേ പബ് കൾച്ചർ ആൽക്കഹോളിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോന്ന്. അത് കുറച്ചൊക്കെ ശരി തന്നെയാ. കാരണം ഞാൻ ഈ പറഞ്ഞ 100 പേര് പബ്ബിൽ പോയാൽ വെള്ളടിക്കാണ്ട് മാറിയിരിക്കുന്ന അല്ലെങ്കിൽ ചില്ലിയാൻ വേണ്ടി മാത്രം 3 പേര് കാണും. ബാക്കി 97 പേരും കഴിക്കാൻ തന്നെയാണ്. പിന്നെ അതുപോലെ പുറത്തുനിന്ന് കുപ്പി മേടിക്കുന്നതിനേക്കാൾ എത്രയോ എക്സ്പെൻസീവ് ആണ് അതിനകത്ത്. ഒരു ബിയറിന് വരെ 350-400 രൂപ. അയ്യോ, 400 രൂപ. ഒരു ജ്യൂസ് അവിടെ നിന്ന് നമുക്ക് ജ്യൂസും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും ടൈപ്പ് ഫുഡ് കിട്ടും അവിടെ. കോണ്ടിനെന്റൽ ഡിഷസ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ അത് മാറി ഇരുന്ന് കഴിക്കുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഡിപ്പെൻസ് ആണെന്നേ. ഇപ്പൊ പബ്ബിൽ തന്നെ ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടാവും, സ്മോക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ അകത്തേക്ക് കയറിയാൽ മറ്റേ കുപ്പിന്ന് ഭൂതം വരണ മാതിരിയാ. നമുക്ക് ഒരാളുടെ മുഖം കാണാം, കുടത്തിന്ന് അത്രയും സ്മോക്ക് ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഈ പാസീവ് സ്മോക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അത് പറ്റാത്ത ആൾക്കാർ അവിടെ പോയാൽ അത് പ്രശ്നം തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ സ്മോക്കും കാര്യങ്ങളൊക്കെയാണ് തോന്നിയിട്ടുള്ള സംഭവം. മോഡേൺ ആണെന്ന് കാണിക്കാൻ വേണ്ടി പബ്ബിൽ പോകുന്ന ആൾക്കാർ അതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറുന്നുണ്ടോ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മോഡേൺ ആണ്, ഞാൻ കുറച്ചും കൂടെ എന്താ പറയാ കണ്ടംപററി ആയിട്ട് ജീവിക്കുന്ന ആളാണ്, സാമ്പത്തിക സ്ഥിതി ഒരു അങ്ങനെ. അത് തെറ്റാട്ടോ. പബ്ബിൽ പോകാൻ 10 പൈസ വേണ്ട, ചെയ്യാൻ വേണ്ടിട്ട് കാണിക്കാൻ വേണ്ടി. ഞാൻ മോഡേൺ ആണ്, ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഞാൻ പോകുന്നുണ്ട്, അത് നിങ്ങളും കണ്ടോളൂ ഞാൻ മോഡേൺ ആണെന്ന് കാണിക്കാൻ. കാരണം ഇങ്ങനത്തെ ആൾക്കാർ പബ്ബിലൊക്കെ പോകുന്ന ആൾക്കാരുടെ പലരുടെയും ഇമോഷണൽ അവർ ഭയങ്കര വീക്കായിട്ട് കണ്ടിട്ടുണ്ട്. ഇഷ്യൂസ് വരുന്നതും ഇപ്പൊ നമ്മളിങ്ങനെ പല പബ്ബുകളിലുമുള്ള പല ന്യൂസുകളും വായിക്കാറില്ലേ, അബ്യൂസ് ചെയ്തതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പൊ മോഡേൺ ആവുക എന്ന് പറഞ്ഞാൽ ഈ പുറത്തേക്ക് കാണിക്കുന്ന മോഡേണിസം മാത്രമാണ് നമ്മൾ. പക്ഷേ ഈ പബ്ബിൽ പോകുമ്പോഴേ ഈ അബ്യൂസ് എനിക്കിത് മനസ്സിലാവുന്നില്ല. കാരണം പബ്ബിൽ പോയി എല്ലാവരും അവരവരുടെ ആക്ടിവിറ്റീസ് ആയിട്ട് എൻഗേജ് ചെയ്യുക, ചില്ല് ചെയ്യുക. ഒരാൾ പോലും ഒരു ബാഡ് ടച്ചോ ഒന്നും അല്ലെങ്കിൽ തുറിച്ചു നോട്ടമോ ഇതൊന്നും പബ്ബിൽ കാണില്ല. ഇതെന്താന്ന് അറിയാത്ത ആൾക്കാർ, ഇത് എന്താന്ന് അറിയാൻ വരുന്ന ഒരു സംഭവത്തിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഈ പറഞ്ഞ പോലെ മോഡേൺ ആണെന്ന് കാണിക്കാനും അല്ലെങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയുന്ന നുഴഞ്ഞു കയറുന്ന ആൾക്കാർ. ഇത് മാത്രമല്ല എനിക്ക് തോന്നുന്നത്, ഇതിപ്പം നമ്മൾ മുമ്പ് വേറൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ കൂവുകയും അല്ലാത്തപ്പം പോവായിരിക്കും. അപ്പൊ എന്ന് പറയുന്ന പോലെ ഈ പബ്ബിന്റെ ഒരു എൻവയോൺമെന്റിൽ എത്തിക്കഴിയുമ്പോൾ എന്തോ ആവാം
എന്ന രീതിയിൽ പെരുമാറുന്ന ആൾക്കാരും പിന്നെ അവിടെ വരുന്ന പെൺകുട്ടികൾ, പബ്ബിൽ വരുന്ന പെൺകുട്ടികൾ വേറെ പണിക്കാണ് വരുന്നത്, അല്ലെങ്കിൽ അവർ മോശം പെണ്ണുങ്ങളാണ് പബ്ബിൽ വരുന്നത് മിഥ്യാധാരണയുണ്ട്. അങ്ങനെയൊന്നും അല്ലെന്നേ. ഇപ്പൊ നമ്മളൊക്കെ പണ്ട് ഞാൻ പറഞ്ഞ ഉത്സവ പറമ്പിൽ പോയി ഒരു ഗാനമേള കാണുമ്പോ തുള്ളിയിട്ടില്ലേ, ദിവ്യച്ച് തുള്ളിയിട്ടില്ലേ? ഇപ്പോഴത്തെ ജനറേഷൻ കുറെ കൂടെ അങ്ങനെ ഒരു ചില്ലായിട്ടുള്ള ഒരു ജനറേഷൻ, ലൈഫ് എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിരിക്കുക. ആൽക്കഹോൾ അല്ല പബ്ബ് കൂടുതലും പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നുന്നു, മറ്റ് സബ്സ്റ്റൻസ്. ആൽക്കഹോൾ ഒരു ടൂർ പോകുമ്പോ ഈ ആമ്പിള്ളേർ ബസ്സിന്റെ പുറകെ ഇരുന്ന് വെള്ളടിക്കാറുണ്ട്. എപ്പോഴാണ് മരണശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ നേരെ ബാറിലേക്ക് പോയി വെള്ളടിക്കുന്നതാണ് ഈ ആമ്പിള്ളേർ കൂടുതൽ. പിന്നെ ഇത് പബ്ബിൽ വെള്ളടിച്ചതിന്റെ പ്രശ്നം മാത്രം നമ്മൾ ടാഗ് ചെയ്യണ്ട, പെൺകുട്ടികളും ഇപ്പൊ നല്ലോണം. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇത് ശരിക്കും എന്താണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണോ അത് എല്ലാം ആഘോഷത്തിന് ഈ കുപ്പിയില്ലാതെ ആഘോഷിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതൊന്ന് മാറി ചിന്തിക്കണല്ലേ ഇപ്പോഴത്തെ തലമുറയിൽ ആരെങ്കിലും. കുപ്പിയല്ല, നമുക്ക് സ്വയം ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്യാങ്ങിന്റെ ഇടയിൽ നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലുത്. കുടിച്ചാൽ മാത്രമൊന്നുമല്ല ഈ സാധനം വരിക. കുപ്പിയുടെ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ടൊബാക്കോ കൺസംഷൻ ആണെങ്കിലും ഭയങ്കര ഓൾ ടൈം ഹൈയിലാണ്. അപ്പൊ ലഹരി അല്ല ജീവിതമാണ് ലഹരി എന്ന ഒരു റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതെ, അവനവന്റെ ബുദ്ധിയും ബോധം ഉപയോഗിച്ചിട്ട് എല്ലാ സ്ഥലത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് മറ്റുള്ളവർ അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ്. നമ്മുടെ ആനന്ദ് ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ആയതുകൊണ്ട് ആനന്ദിനോട് ഒരു എക്സ്ക്ലൂസീവ് കാർപീഡിയം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സീസ് ദ ഡേ, അതല്ലേ നമ്മുടെ കുട്ടികൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യാനുള്ള സാധനം. ലീവ് ലൈഫ് ടു ദി ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കുപ്പിയിലാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ലഹരി ഒരു ആസക്തിയുള്ള രീതിയിലേക്ക് മാറുമ്പോൾ ശരിക്കും മദ്യപാനമാണെങ്കിൽ പോലും ഒരു അസുഖമാണ് എന്നാണ് പറയുക. അപ്പം ഒരു എന്താ പറയുക, കൺട്രോളിൽ നിൽക്കാത്ത രീതിയിലേക്ക് അത് മാറുന്ന ഒരു അവസ്ഥയിൽ അയാൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. പിന്നെ ഈ പബ്ബിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കുപ്പി മാത്രമേ ചിന്തിക്കുള്ളൂ. കുപ്പിയൊന്നുമില്ല, ഇപ്പൊ മറ്റവനാണ്, അവനെയാണ് ഈ പബ് കൾച്ചറായിട്ട് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. പബ്ബിൽ സ്മോക്കിംഗ് ഏരിയ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ സ്മോക്കിംഗ് ഏരിയയിൽ എന്തൊക്കെയാണ് ഈ ചുരുട്ടിക്കൊണ്ടുവന്ന് വലിക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. അത് അവിടെ ആരും ഇൻസ്പെക്ഷൻ വരുന്നില്ല, ആരും ഇല്ലല്ലോ, അവിടെ നിയന്ത്രിക്കാൻ ആരും ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് പബ്ബിൽ. ശരിക്കും നമ്മൾ ഈ പബ്ബിൽ പോകുന്നത് മൊറാലിറ്റി ആയിട്ട് കുട്ടി കണക്ട് ചെയ്യാറ്. പിന്നെ കുന്താണ് മൊറാലിറ്റി. ആൾക്കാർ കണക്ട് ചെയ്യാറില്ലേന്ന് ഞാൻ ചോദിക്കണം. പെണ്ണുങ്ങൾ പബ്ബിൽ പോകുന്ന പ്രശ്നമാണല്ലോ അത്. നമ്മൾ എറണാകുളത്തോ അല്ലെങ്കിൽ കൊച്ചിയിൽ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ ഇതൊന്നും കൺസേണേ ഇല്ല. നമ്മൾ ഇതൊക്കെ പറഞ്ഞവർ ചിരിച്ചു തള്ളും. അപ്പനും അമ്മയും തന്നെയാണ് ഫ്രൈഡേ ഈവനിങ് ആകുമ്പോൾ മോളെ നീ ഇന്ന് പോണില്ലേ, പാർട്ടിക്ക് പോണില്ലേ, ഇന്ന് ഹോളിഡേ ഇന്നിലാണോ അല്ലെങ്കിൽ വേറെ എവിടെയാണ്, ഇതൊക്കെ അച്ഛനമ്മമാര് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് കൊച്ചിയിലുള്ളത്. അത് മറ്റുള്ള നാട്ടിൽ ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല. അവർ ഈ സദാചാര കണ്ണോടെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, അത് ഉറപ്പാ. പിന്നെ അവസരങ്ങൾ ഉണ്ടാവുകയെന്നുള്ളതാണ്. ഇപ്പം ഒരു ഉൾപ്രദേശങ്ങളിലുള്ള പബ്ബില്ലാത്തവർക്ക് അവസരം കിട്ടിയ ആരാ പോവാ? പബ്ബില്ലാത്തവർക്ക് ഭാരതപ്പുഴയുടെ കരയുണ്ട്. അതെ.